ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഫിഷ് മാർക്കറ്റ് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ കട്ടിങ്ങിനായിട്ട് കൊണ്ടുപോവാണ്. കട്ടിങ്ങിന് തന്നെ പല രീതിയിലാണ്. ആദ്യം കാണുന്നത് ലേഡീസിന് മാത്രമുള്ള ഒരു കൗണ്ടറാണ്. അവിടെ ലേഡീസിന് മാത്രം പോകാം. ഇപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫാമിലിയാണല്ലോ. അപ്പോൾ ഫാമിലിക്ക് മാത്രമുള്ള കട്ടിങ് സെക്ഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് മാത്രമുള്ള കട്ടിങ് സെക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ചെമ്മീൻ വരെ അവർ കിള്ളിത്തരും. പിന്നെ മീനെന്ന് വെച്ചാൽ അവർ ചോദിക്കും, ചെതുമ്പൽ മാത്രം കളഞ്ഞാൽ മതിയോ, അതോ അതിൻ്റെ തൊലി കളയണോ, ക്യൂബായിട്ട് മുറിക്കണോ, അതോ ചെറിയ ചെറിയ സ്ലൈസായിട്ട് എടുക്കണോ, അതോ ഫിഷ് ബട്ടർഫ്ലൈ കട്ടിങ് വേണോ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ചെയ്തു തരും. അതിനനുസരിച്ച് അവർ മാർക്കും ചെയ്യും. ചിലത് ചുമ്മാ എടുത്ത് വെക്കാം. ഇപ്പം നമ്മളിത് വേറെ സ്ലൈസായിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സ്ലൈസായിട്ടല്ല, ബട്ടർഫ്ലൈ കട്ടിങ് പറഞ്ഞുകൊണ്ടാണ് അവരതങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ളൊരു പരിപാടിയിൽ വേണ്ടിയിട്ട് നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ ചിലപ്പം മീനിൻ്റെ കട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് മീനിനേക്കാളും വില കൂടുതൽ വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഐസ് ക്യൂബ് വാങ്ങിക്കാം. അപ്പം ചിലപ്പം ദൂരെയുള്ള ആൾക്കാരാണ് വരണമെങ്കിൽ ഐസ് ക്യൂബ് അവർക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേക്കും കാണുന്നത് മീറ്റ് മാർക്കറ്റാണ്. അവിടെ ക്യാമൽ, പോത്ത്, ആട്, എല്ലാ തരത്തിലുള്ള, പന്നി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള മീറ്റും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. മാന്, അങ്ങനെ എല്ലാ തരത്തിലുള്ള റാബിറ്റ്, എല്ലാത്തിൻ്റെയും മീറ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കാണിച്ചേക്കുന്ന സ്ക്രീൻ എന്ന് വെച്ചാൽ കട്ടിങ്ങിൽ ആൾക്കാർ എങ്ങനെ കട്ട് ചെയ്യുന്നു, അത്രയ്ക്ക് നീറ്റാണ്. അവിടെ ഇത്തിരി പോലും വൃത്തികേടോ ഒന്നും കാണാറില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡിയാണ് ആ കട്ടിങ് ഏരിയ എന്ന് പറയുന്നത്. എപ്പോഴും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കട്ടിങ്ങിന് കൊടുത്തു. ഇനി കട്ടിങ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പോയി അവിടെ നിന്ന് നമുക്ക് ഫിഷ് തിരിച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും ടൈം വെറുതെ നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ലുലുവിലേക്ക് പോവുകയാണ്. ലുലുവിൽ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കും. അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കും, ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കില്ല. അപ്പോൾ നമ്മൾ ലുലുവിലേക്ക് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ടും ഒത്തിരി ഷോപ്സും കാര്യങ്ങളൊക്കെ കാണും. പലതരത്തിലുള്ള തേനുകൾ, തുർക്കിഷ് കടകൾ, അങ്ങനെ പല പല നാട്ടിലെ കടകളും അതും ഇതുമൊക്കെ ഉണ്ടാവും. പല പല രീതിയിലുള്ള അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഡ്രസ്സുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ചില ടോയ്സൊക്കെ കാണുമ്പോൾ എൻ്റെ മോൻ പറയും അത് വേണമെന്ന് പറയും, നമ്മൾ പറയും വേണ്ട, അത് നമുക്ക് പറ്റിയതല്ല എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ അവൻ അടങ്ങിക്കോളും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കി വായി നോക്കി വിൻഡോ ഷോപ്പിംഗ് പോലെ ജസ്റ്റ് നടക്കുവാണ്. പിന്നെ നടന്നു വരുമ്പോഴാണ് ഒരു ചെറിയൊരു ഹോള് പോലെ കാണുന്നത്. അവിടെ കുട്ടികളുടെ കുറേ ബൈക്കൊക്കെ കാണും റെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ മിനിമം റേറ്റ് എന്ന് പറയുന്നത് 15 ദിറംസാണ്. എൻ്റെ മോൻ എപ്പോൾ പോയാലും പറയും അതിൽ കയറണമെന്ന് പറയും. പക്ഷേ നമ്മൾ കയറാറില്ല. വൺ ടൈം മാത്രം കയറിയിട്ടുണ്ടോ, അല്ലാതെ നമ്മളതിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നടക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. വീണ്ടും നമ്മൾ നടക്കുമ്പോഴത്തേക്കുമാണ് കുറേ സ്പൈസസിൻ്റെയൊക്കെ ഷോപ്സ് ഒത്തിരി ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എന്താ പറയുക, മിഠായികൾ, പലതരത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള മിഠായികൾ. ഈ കാണുന്ന ഡ്രസ്സൊക്കെ 5 എണ്ണം 100 ദിറംസൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിക്കാറില്ല, ജസ്റ്റ് പോവാണ് ചെയ്തത്. ഇവിടെ നിന്ന് വാങ്ങിച്ചാലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. നമ്മൾ സാധാരണ ഷോപ്പിംഗ് മാളുകളിലോ ഷോപ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബാർഗെയിനിങ് നടക്കാറില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ. എന്നാലും നമുക്ക് അറിയാവുന്നൊരു കാര്യം ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്നൊക്കെ ഷൂസൊക്കെ വാങ്ങിച്ചാൽ നല്ല റേറ്റ് കുറവിൽ കിട്ടും.